Hi. Azan, look who is here. ഹായ് ഫ്രണ്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ എക്സാം കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. ഇത് ലാസ്റ്റ് എക്സാം വരുന്നു, മലയാളം എക്സാം കഴിഞ്ഞു. ഇനി 2 മാസം കഴിഞ്ഞു. എനിക്ക് സന്തോഷം. ചൂടാണ് കേട്ടോ. ഇവിടെ ഭയങ്കര വെയിലാണ്. നമ്മൾ ഇവിടെ തണൽ പോലെ ഉണ്ട്. അവിടെ നിൽക്കുന്നോണ്ടാണ് ചൂടില്ലാത്തത്. എങ്ങനെയുണ്ട്? കൊള്ളാം, കണക്കില്ലാട്ടോ. അമ്മാമ്മ പ്രത്യേകം വിളിച്ച് പറഞ്ഞ് മിമോസിന് തണ്ണിമത്തൻ പുറത്തെടുത്ത് വെക്കാം. അത് വെച്ചിട്ട് ഇട്ടതാ. പനം കേൾക്കണ്ട, പഞ്ചസാരയല്ല. ചൂടത്ത് ഇതൊക്കെയാ കുടിക്കണ്ട. ചുമയായതുകൊണ്ട് പാലൊന്നും ചേർക്കാതെ, അല്ലേ അമ്മ പാലൊക്കെ ചേർത്ത് അടിപൊളിയാക്കി തന്നാണ്. എവിടെ മറിച്ചിട്ടരുത്. കുറച്ച് കഴിക്കുക, ക്ഷീണം മാറട്ടെ. ഒരു ഭയം കൂടി. എല്ലാവരും ചൂടത്ത് ഇതൊക്കെ കഴിക്കണം എന്ന് പറയും. വെള്ളം കുടിക്കണം. എന്നെ കാണിക്കുന്നുണ്ടിന് അവന്. അപ്പോൾ അതൊരു യൂണിഫോമൊക്കെ മാറ്റ്. ഇതും കൂടെ അമ്മയ്ക്ക് വേണ്ടി. എന്നിട്ട് വിശേഷം പറ. എക്സാമിൻ്റെ കാര്യമൊക്കെ പറയൂ. ഇന്ന് മലയാളം എക്സാം അതൊക്കെ പറഞ്ഞോ? ഓക്കെ. അടിപൊളി കേട്ടോ. ഓക്കെ കഴിഞ്ഞ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്കപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നെങ്കിൽ ഇപ്പം തന്നെ വിലക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് താഴ്ക്കുന്ന ബെൽ ബട്ടണും കൂടി അമർത്താം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ എന്തായാലും ഡ്രസ്സൊക്കെ മാറി കണ്ടിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോവാണ് കേട്ടോ. ഞാൻ ഈ ഒരു ബാഗാണ്. ഈ ഒരു ബാഗ് എൻ്റെ അല്ല, ഈ ഒരു ബാഗ് മിമൂസിന്റെ തന്നെയാ. വെള്ളിയാഴ്ച വന്നിട്ടുണ്ട്. മിമൂസിന്റെ തന്നെയാ. പക്ഷേ മിമൂസ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ബാഗാ. ട്യൂഷൻ പോയി നോക്കൂല. ഇതാണ് എന്റെ സാധനം മൊത്തം ഇതിനകത്തുണ്ട് കേട്ടോ. എന്റെ ഫേവറേറ്റ് ബാഗാണ്. അപ്പൊ നമുക്ക് എറണാകുളത്ത് എത്തിയിട്ട് കാണാം. കുട്ടി അയ്യോ, ഇപ്പൊ കരയൂടെ കച്ചു വണ്ടി നോക്കിയാണോ കേറുന്നത്? ആ ഓക്കെ അണ്ണാ, മതി. കാച്ചേട്ടാ, അവൻ എന്നെ കാണുമ്പോ കരയൂടെ ഇപ്പൊ. കേരപ്പന്നെ കേടൂറ്റ ആ സുട്ടപ്പൻ വന്നു. സുട്ടപ്പൻ പറഞ്ഞിട്ട് അനുസരിക്കാതെ ചെവിയിൽ മരുന്നൊഴിച്ചിട്ട് ഒരിടത്ത് കിടക്കാൻ പറഞ്ഞിട്ട് കണ്ട കാച്ചു കാണിക്കുന്നേ. കുരുത്തൊക്കെയാണ് അൺലിമിറ്റഡ് ഇവിടെ വന്നപ്പോൾ അല്ലേ. ബാക്കി വണ്ടി കയറിയിട്ട് അവിടെ എത്താറാമ കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ഗുരുവായൂർ പോണേ? രണ്ടാമത്തെ പ്രാവശ്യം. ഒന്ന് ആദ്യം അമ്മാമ്മ ചോറൂണിന് പോയല്ലോ. മിമൂസിന്റെ ചോറൂണ് അവിടെ ആയിരുന്നു. എന്തായാലും മുടി ഇപ്പൊ കുളമാവും. പിന്നെ നമുക്ക് അവിടെ എത്താറാകുമ്പോഴത്തേക്കും ചീപ്പ് ഇറങ്ങാം. അങ്ങനെ ഞങ്ങളിതേ ഗുരുവായൂരെത്തി. ഗുരുവായൂർ വന്നിട്ട് രാവിലെയാണ് കേട്ടോ ഗുരുവായൂർ വന്ന് ഞങ്ങൾ തൊഴുത്. അപ്പം തന്നെ ഒരു 1/4 മണിക്കൂർ കൊണ്ട് തൊഴുത് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ സ്ഥിരം ഗുരുവായൂർ വരുമ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് സ്ഥിരം വെള്ളമൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ചേച്ചിയും ചേട്ടനെയൊക്കെ നല്ല പരിചയമാണ്. അത് കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ വീണ്ടും തിരിച്ച് അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ വന്നു. ഞങ്ങൾ ഈ 2
ഈ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടും വീട്ടിൽ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അതും പിടിച്ചിട്ട് ഞാനും മിമ്മൂസും കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് മിമ്മൂസിൻ്റെ ഒരു കുട്ടി ആരാധിക വന്ന് ഫോട്ടോയൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് മമ്മിയൂർ ദേവി ക്ഷേത്രം. ഈ ഗുരുവായൂർ വന്നിട്ട് പോകുന്നവരൊക്കെ ഇവിടെ കയറി തൊഴാറുണ്ട്. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിത് എൻ്റെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അയ്യോ ഭയങ്കര വെയിലായിരുന്നു. നമ്മൾ അവിടുന്ന് തന്നെ ഒരു സദ്യ കഴിച്ചു കേട്ടോ. അതിൻ്റെ അടുത്തൊരു അമ്പലം, പക്ഷെ അതിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടുന്ന് സദ്യ കഴിച്ചു. കഴിച്ച് നമ്മൾ ഇറങ്ങി. ഇത് നമ്മൾ നേരെ പോകുന്നത് കച്ചേൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അവിടെ പോകണം. അവിടെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. ഈ അമ്മ എനിക്ക് അവിടുന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എനിക്ക് വാങ്ങി തന്ന ഈ ഒരു ക്ലേ ആണ് കേട്ടോ. ഈ ഒരു ക്ലേ ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരിക്കൽ വാങ്ങിച്ചതാ. ദെൻ നമ്മൾക്ക് ഈ ഒരു ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു, കുറേ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കും ഇതിവിടെ ഉണ്ടോ അതവിടെ ഉണ്ടോയെന്ന്. പക്ഷെ എവിടെയും കാണാറില്ല. പക്ഷെ ഇവിടെ ഇതുണ്ടായിരുന്നു. നല്ലൊരു യൂണിക്കോൺ പെന്നാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഒരെണ്ണം ചേട്ടനും ഒരെണ്ണം എനിക്കുമായിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. കണ്ടോ, നല്ല രസമാണ്. ഇത്രയും എനിക്കൊരു കളിപ്പാട്ടായിട്ട് വാങ്ങിച്ചു. പിന്നെ ഗൈസ് അമ്പലത്തൊന്നും നല്ല പാൽപ്പായസം കിട്ടും. നമുക്ക് അറിയാം കേട്ടോ. നമ്മൾ നേരത്തെ വേറൊരു കുറച്ച് നാൾക്ക് മുമ്പേ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ പോയപ്പോൾ അവിടുന്ന് പാൽപ്പായസം കിട്ടി. പാൽപ്പായസം നല്ല പാൽപ്പായസമായിരുന്നു കേട്ടോ. അടിപൊളി പാൽപ്പായസമായിരുന്നു. ആ പാൽപ്പായസം തന്നെ നമ്മൾ ഇന്ന് വാങ്ങിച്ചു. ഇന്ന് ആ പാൽപ്പായസം കിട്ടിയിട്ട് അടിപൊളി പാൽപ്പായസമാണ്. അന്ന് നമ്മൾ ബസ്സിൽ നിന്നായിരുന്നു പിന്നെ തിരിച്ച് വീട്ടിൽ പോയത്. അപ്പം വീട്ടിൽ പോയപ്പോൾ നമ്മൾ അതെനിക്ക് കുടിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ബസ്സിൽ കിടന്ന് പൂരക്കായിരുന്നു. അത് മാത്രമല്ല നമ്മൾ വീട്ടിലല്ല കേട്ടോ, എറണാകുളത്ത് പോയി ഗുരുവായൂരിന്ന് ബസ്സിൽ. പക്ഷെ നമ്മൾ രാത്രിയായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഉറക്കക്ഷീണുണ്ടായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടാണ് ഈ പോകുന്നത്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെയൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ടൊരു 12 മണി ആയപ്പോഴാണ് ശരിക്കും ബ്രഞ്ചായിരുന്നു അത്. എന്നാലും ചോറ് തന്നെയായിരുന്നു. പക്ഷേ അത്ര അങ്ങോട്ട് സുഖമായില്ല. അങ്ങനെ ഞങ്ങൾ വന്ന വഴിക്ക് ചുമ്മാ പെരിയാറിലൊന്ന് കയറി. പെരിയാർ റെസ്റ്റോറൻറ്റിൽ കയറി. വരാപ്പുഴയാണത്. അവിടെ നല്ല അടിപൊളി ഫുഡായിരുന്നു. ഒരുവിധം 3-4 ടൈപ്പ് ഫുഡൊക്കെ നമ്മൾ ട്രൈ ചെയ്തു. അവിടെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഏകദേശം ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 4 മണി അടുപ്പിച്ചായി. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ കാർഡ് തന്നു വിട്ടു. ഇനി വരുമ്പോൾ നേരത്തെ വിളിച്ച് പറഞ്ഞാലെല്ലാം എടുത്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞു. പിന്നെ മിമ്മൂസിന് സ്പെഷ്യലായിട്ടൊരു ഡിഷൊക്കെ കൊടുത്തു. അവരെല്ലാം മിമ്മൂസിൻ്റെ മണിമുത്തിൻ്റെ ഫാൻസാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ഒരു ഹാഫ് അവറേ ഉള്ളായിരുന്നു കാശീൻ്റെ അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതേ പോയി. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം രണ്ടാമതൊരു ഹോട്ടലിൽ കയറി കഴിക്കണം എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായില്ല. കാരണം സോജ ഓൾറെഡി അവിടെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ തീരെയും വിശപ്പ് സഹിക്കാൻ പറ്റണില്ലായിരുന്നു. അപ്പോഴാണ് മിമ്മൂസും സുൽത്താനും പറഞ്ഞത് നമുക്ക് എന്തായാലും ഇത്രയും നേരമായില്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാം, ലൈറ്റായിട്ട് എന്തെങ്കിലും ബ്രെഡ്സ് കഴിക്കാമെന്ന് പറഞ്ഞാണ് ശരിക്കും അവിടെ കയറിയത്. അത് കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലെത്തി. എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്തെത്തി. കാശിയും മിമ്മൂസും കൂടെ എന്തൊക്കെയോ കളിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും കാശിക്ക് എക്സാം ടൈം ആയിരുന്നു. അപ്പോൾ കേതയും ജാക്കി മാമനും വന്നു. കേത ശരിക്കും അവൻ ഇങ്ങനെ ചിരിക്കുമെന്നേ ഉള്ളൂ കേട്ടോ. നമ്മളെടുത്താൽ വരുമൊന്നുമില്ല, എപ്പോഴും കാണുന്നില്ലല്ലോ. പക്ഷേ കാശിയുടെ കുട്ടിക്കാലത്ത് കാശി കൊല്ലത്ത് തന്നെ ആയിരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രശ്നമില്ലായിരുന്നു. കേത പക്ഷെ നമ്മളെപ്പോഴും കാണുന്നില്ല. അതുകൊണ്ട് അവന് നമ്മളെ കാണുമ്പോൾ വരാനും ഒരു കരച്ചിലും ബഹളമൊക്കെ കാണിക്കുമായിരുന്നു അവൻ. അത് കഴിഞ്ഞിട്ട് സോജ കാശിയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് രണ്ടുപേരും കൂടെ കളിക്കുകയും ചെയ്യുന്നുണ്ട്. കാശിക്ക് എക്സാംസ് നടക്കുമായിരുന്നു.
അത് കഴിഞ്ഞതേ ഞങ്ങൾ അസാനെ കാണാനായിട്ട് വന്നു. അസാൻ എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് നുനീഫറിൻ്റെ മകനാണ്. മിമോസും അസാനും തമ്മിൽ നല്ല കമ്പനിയാണ്, എപ്പോഴും വീഡിയോ കോൾസിലേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അസാനെ കാണാനായിട്ട് ഞങ്ങളിതേ വന്നു. ഹലോ ചേട്ടാ, ഹായ്. അസാൻ, look who is here. അസാൻ സർപ്രൈസ്ഡ് ആയോ? ഒരുപാട് സർപ്രൈസ്ഡ് ആയി. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അസാൻ്റെ അവിടെ ഇരുന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ അസാൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് കുറേ നേരം മിമോസും അസാനും കൂടെ വർത്തമാനം പറച്ചിലും പിന്നെ അതുപോലെ കളിക്കുകയൊക്കെ ചെയ്തു. മിമോസിനോട് കഥകിൽ മുട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വന്ന് വോയിസ് കൊടുക്കുമ്പോൾ കഥകി മുട്ടുന്നുണ്ട്. അതിൻ്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടേ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എന്താ പറയുക, 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നുനീഫറിനെ കാണുന്നത്. കാരണം നമ്മളെല്ലാവരും തമ്മിലിങ്ങനെ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും വിളിക്കലൊന്നുമില്ല, വല്ലപ്പോഴും മെസ്സേജ് അയക്കലൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.